ഇതാര് കഴിക്കാനാണ്? ഇതാ കൊച്ചിന് കൊടുക്കാനാ. അമ്മയടുത്ത് ഞാൻ പറഞ്ഞില്ലേ അവള് വേണമെങ്കിൽ വന്ന് കഴിച്ചോളൂ. അമ്മ എന്തിനു കൊണ്ട് കൊടുക്കണത്? എടാ ഇന്നലെ ആ പ്രശ്നമൊക്കെ കടന്നല്ലേ, ഒരു ചമ്മലുണ്ടാവും വന്നെടുത്ത് കഴിക്കാൻ. ഓ ചമ്മല് ഭയങ്കര ബെസ്റ്റ് ആള് ചമ്മലേ. വിഷ്ണു മിണ്ടായിരിക്കേട്ടാ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കല്ലേ. അയ്യോ എന്നാ കൊണ്ട് കൂട്. ആ കൊച്ചെവിടെ പോവാ? അതെ ദോശ കഴിക്ക്. ഞാൻ പുറത്ത് പോയിട്ട് വരാം. വാ പറു പോ. എടാ നീ കൂടെ പോണില്ലേ? ഓ കൂടെ ചെല്ലാൻ എന്നെ ആരും വിളിച്ചൊന്നുമില്ലല്ലോ, പിന്നെ നമ്മളെന്തിനും കൂടെ പോണം? എന്നോട് ആരും വരണമെന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. വാ പറു. നമ്മൾ രണ്ടുപേരും കൂടെ പോകുമ്പോ ചേച്ചിയുടെ അച്ഛൻ വന്ന് പിടിച്ചോണ്ട് പോവോ? നമ്മളെ ആരും പിടിച്ചോണ്ട് പോകത്തില്ല. മോള് വാ. കൊച്ചേ ഞാൻ ഇത് കൊച്ചിന് കഴിക്കാൻ കൊണ്ടുവന്നതാ, കഴിച്ചിട്ട് പോ. അയ്യോ എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ അടുക്കള ഒന്നും കഴിക്കത്തില്ലായിരുന്നു അമ്മ. അമ്മയടുത്ത് ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല അമ്മ. എന്തായാലും ഞാൻ കൊണ്ടുവന്നല്ലേ, എന്നാ ഒരെണ്ണമെങ്കിലും കഴിക്കേ. നീലമ്മ എനിക്ക് സത്യമായിട്ടും വേണ്ട, ഞാൻ പുറത്ത് പോയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചോളാം. അപ്പൊ കഴിക്കണില്ലേ? ഇല്ല അമ്മ ദോശ ആ ചേച്ചിക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ചു മടുത്ത് കാണും, അതുകൊണ്ടായിരിക്കും എവിടെയെങ്കിലും കഴിക്കട്ടെ. ആദ്യം വിശക്കുന്നവർ കഴിക്കട്ട്. നിന്നോട് ആരാടാ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഫുഡ് മടുത്തുന്ന? അതെ പറയാതെ തന്നെ ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. ആ ബുദ്ധി കുറച്ച് കൂടിപ്പോയി. കൊച്ചെ നീ എവിടെയാ പോകാൻ ഇറങ്ങിയല്ലേ, വെറുതെ സംസാരിച്ചിരിക്കാതെ പോ. സംസാരത്തിന് ആരാ നീലമ്മ വന്നത്? ഞാൻ പോകാൻ ഇറങ്ങിയപ്പോ നീലമ്മ അല്ലേ ഫുഡും കൊണ്ട് വന്നത്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല അമ്മ. ആടാ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല. എല്ലാവരും പുറകെ നടക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. ബാക്കിയുള്ളവർ കഴിക്കാതെ കുടിക്കാതെ നിന്നിട്ടാ എല്ലാവരും കൂട്ടിക്കാൻ നടക്കണത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്റെ അമ്മ അവർക്ക് വേണമെങ്കിൽ അവർ വന്ന് കഴിച്ചോളും. ആദ്യം അമ്മ എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. പോവാൻ ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് ഇറങ്ങി പോവാ. ഇറങ്ങി പോവാന്നാ? ഇറങ്ങി പോടിന്നല്ലടാ നീ ഇപ്പൊ ഉദ്ദേശിച്ചത്? കൊച്ചേ ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിനക്ക് പോവാനാണെങ്കിൽ പോ, അല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ തന്നെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ പോണില്ല. എന്ത് കുറ്റി പോലെ നിക്കണത്? കുറെ പോണില്ലേ? പുറകെ പോണോ മുമ്പിൽ പോണോ ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. കളിച്ച് കളിച്ച് കളി കാര്യവാദം നോക്കിക്കോ, എനിക്ക് അത്രേ പറയാനുള്ളു. ചേച്ചി ഈ ചില സ്വഭാവങ്ങളൊക്കെ ജനറ്റിക്കലി വരും. പിന്നെ ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ മുള്ളിന്റെ മൂട്ടിൽ മുള്ളല്ലേ കുരുക്കൂ. നീ ഒരുപാട് മുള്ള വെച്ചുള്ള വർത്താനം സംസാരിക്കണ്ട കേശു, അതിനുള്ള ഞാൻ തരും. ഇനി അങ്ങാടി തോറ്റ നമ്മുടെ നെഞ്ചത്ത് കയറ്. എന്റെ പൊന്ന് കേശു ഒന്ന് കേറി പോടാ. ഞാൻ പോയേക്കാവേ, ഞാൻ പോയല്ലോ കഴിക്കട്ടെ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുവോ? ഇത് പോയായിരുന്നു, അടുത്ത് ഉപദേശമായിട്ട് വന്നോളൂ. ആ മോളെ മോളെവിടെ? മോളൊന്ന് പുറത്തു വാ, പപ്പ ഇവിടെയുണ്ട്. അതിന് ഞാൻ അകത്ത് വന്നില്ലല്ലോ, വേലിക്ക് പുറത്തല്ലേ. മോള് വാ. ഇതേ മോളെ, ഞാൻ വന്ന മോളെ കണ്ടിട്ടേ പോകുള്ളൂ. മോൾ ഇങ്ങോട്ട് വന്നില്ല, ഞാൻ ഇപ്പം അകത്ത് വരും. ആ മോള് വാ, പപ്പ വെയിറ്റ് ചെയ്യാം. ആ മോളെ കം. പപ്പയ്ക്ക് എന്തുവാ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മോളെ കണ്ടാൽ മതി. ആ കാണാനായിട്ട് വന്നിട്ടേ പപ്പ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. എന്ത് കിട്ടി? ഒന്നുമില്ല. പറ മോളെ, എന്ത് കിട്ടിയെന്ന്? പപ്പ എന്നെ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി പോയിക്കോ. എന്താ മോളെ ഇത്? എന്നെ വീട്ടുകാരെയൊക്കെ ഇത്രയ്ക്ക് വെറുക്കാൻ തുടങ്ങിയ മോള്? എനിക്ക് ഒരു വെറുപ്പില്ല, എന്നെ വെറുപ്പിക്കാതിരുന്നാ മതി. എന്താ മോളെ? ഇതെന്തുവാ? ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാ, മോള് കൊണ്ടുപോയി കഴിക്കും. എനിക്കെങ്ങും വേണ്ട. എന്താ മോളെ? ശരിയാവത്തില്ല പപ്പ, കൊണ്ടുപോയിക്കോ. മോളെ എനിക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. എന്തോന്നാ പപ്പ, ഒന്ന് കൊണ്ടുപോ. മോൾക്ക് വേണം ഞാൻ അതുകൂടെ വലിച്ചെറിയും. എന്തോന്നാ പപ്പ, എന്നെ ഇങ്ങനെ പ്രഷർ കയറ്റില്ലേ? ഇന്നലെ പപ്പ കൊണ്ടുവന്ന സാധനം എല്ലാം കൂടെ ഇവിടെ ആകെ പ്രശ്നമായി. എന്ത് പ്രശ്നം? പറ. പപ്പ ഇന്നലെ ഇവിടെ സാധനം കൊണ്ടുവന്നു, വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞങ്ങളുണ്ട് തല്ലു വരെയായി. തല്ലിയോ? നീ മുണ്ടാതിരിക്കും. തല്ലുവോ? പപ്പ അത് മിണ്ടാണ്ടിരിക്കാന്. വട്ട് നിന്റെ ഒന്ന് പോകട്ടെ. പപ്പ വെറുതെ പ്രശ്നമാകും കേട്ടോ, ഒന്ന് പോവാൻ നോക്കിക്കേ. പ്രശ്നം എന്താണ് എന്താണ് പ്രശ്നം? എന്താണ്? വിളിയാണോ എന്റെ അനിയനെ? അനിയനാ? ചേട്ടായി? അനിയനോ ചേട്ടനോ ആരായിക്കോട്ടെ, വിളിയാണോ അവനെ? ചേട്ടാ, ഉടൻ ചേട്ടാ. എന്താണ്? എന്താടാ നീ എപ്പോഴും ഇങ്ങോട്ട് വന്നത്? അല്ല ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്തുവാ? എന്റെ മോൾക്ക് ഞാൻ ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളും, അവളത് ഉപയോഗിക്കുകയും ചെയ്യും. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനേ ഇവളെ കിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കണത്? നിങ്ങളല്ലേ പറഞ്ഞു അകത്ത് കയറാൻ പാടില്ലെന്ന്. ഞാനിപ്പോ നിൽക്കുന്നതേ പബ്ലിക് പ്ലേസിലാ. അവിടെ നിൽക്കത്തേ ഉള്ളൂ. അവിടെ നിന്നോണ്ട് ഇങ്ങോട്ട് നോക്കി എന്തെങ്കിലും അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ അത് വിഷയമാവും. വിഷയമാവട്ടെ, നിങ്ങൾക്കൊക്കെ തല്ലിക്കൊല്ലാനല്ല എന്റെ മോളെ ഞാൻ ഇത്രയും വളർത്തിയത്. എടി
അപ്പടുത്തൊന്ന് പോകാൻ പറഞ്ഞു. നീ നിന്റെ പപ്പയുടെ അടുത്ത് പോകാൻ പറടാ. ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസിനെ വിളിക്കും. വിളിക്കേ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ എന്റെ കസിനാ. ആര് കുഞ്ഞമ്മയുടെ മോനെ? ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇവര് തനി ലോക്കൽസാ. ഇന്ന് അവര് നിന്നെ തല്ലി, നാളെ ഇവര് ഗ്യാസ് തുറന്നു വിട്ട് നിന്നെ കത്തിച്ച് കൊല്ലും. ഇറങ്ങി പോടാ അവിടുന്ന്. തലക്ക് സ്ഥിലെന്ന് വെച്ച് എന്തും വേണമെങ്കിൽ വിളിച്ചു പറയാമോ തനിക്ക്? എടോ, ഈ കൊച്ചിന്റെ പപ്പയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഒന്നും പറയാതെ ഞങ്ങൾ വെറുതെ വീണത്. തന്റെ കൊച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ? അല്ല, അതുകൊണ്ടാണ് താൻ ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. മനുഷ്യൻ 100,000 പ്രശ്നങ്ങൾക്ക് നടുയിലാണ് ഇവിടെ കിടക്കണേ. അതിനിടയ്ക്ക് തന്നെ ഒരു പ്രകടനം. ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്ക്. എന്നിട്ട് താൻ കിടന്ന് ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യും. ഞങ്ങളച്ഛൻ ഗുണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇവര് പ്രശ്നക്കാരാ. അച്ഛൻ മാത്രമല്ല, അമ്മയും ഗുണ്ടയാണെന്ന് മനസ്സിലായി. എന്റെ മോളുടെ അടുത്തോ മറ്റോ നിങ്ങളുടെ ഗുണ്ടായിസം എടുത്താലുണ്ടല്ലോ. എടാ ഇത് എന്ത് ഭ്രാന്താണ്? ഒന്ന് പോവാൻ പറയൂ. ഇതിനും ഇത്രയും കിടന്ന് ഷോ കാണിക്കാൻ മാത്രം ഞാൻ നിന്റെ അടുത്ത് എന്താ ചെയ്തത്? അറിയാണ്ട് സംസാരത്തിനായിട്ട് പിടിച്ചു വലിച്ചപ്പോ വീണു, അത്രേ ഉള്ളൂ. വേറെന്താ ഉള്ളത്? ഷ്യോ, എന്റെ മോളുടെ കൈ പിടിച്ച് വലിച്ചത് നീ നിലത്തു വിട്ടാ. ഇനി ഇടും. ഇതൊന്നും നിന്റെ കൈ അങ്ങോട്ട് നോക്കാം. അപ്പൊ നിങ്ങളും ഗുണ്ടയാണോ? ഞാൻ ഗുണ്ടയല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഗുണ്ടകളെ അറിയാം. കൊച്ചിന്റെ അച്ഛനാണെങ്കിലും തീരെ വിവരമില്ലെന്ന് കൊച്ചിനറിയാം. പിന്നെ താൻ എന്തിനാണ് ഈ നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അച്ഛനോട് പറയാൻ പോണേ? നീലമ്മ ഞാൻ കൊച്ചേ, നീ പപ്പയുടെ കൂടെ പോണോ അല്ലെങ്കിൽ അകത്തേക്ക് കയറി പോണോ? ഇപ്പൊ തീരുമാനിക്കണം. പോട്ടെ പപ്പ. മോളെ, നീ അപകടത്തിലേക്കാണ് പോണത്. ഓ, അവിടെ വലിയ കുഴി കുഴിച്ചിട്ടേക്കണ്. അപകടം. നീ ഓടച്ചക്ക കയറി പോയകത്ത് പോ, ചെല്ല്. ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആരാണ് എന്താണ് എന്നൊന്നും നോക്കൂല. ബാക്കി ഞാൻ പറയണില്ല. ഓ, ഭയങ്കര നാക്കന്നെ.